അങ്ങനെ നമ്മുടെ പൊന്നോണം വരവായി. കാത്തിരുന്ന് നമ്മളുടെ തിരുവോണം വന്നെത്തി. എത്ര നാളുകൊണ്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ചിങ്ങം പിറന്നത് മുതൽ കാത്തിരിക്കുകയാണ്. അത്തം മുതൽ നമ്മൾ പൂക്കളവുമിട്ട് മാവേലി മന്നനെ വരവേൽക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. നമ്മൾ മലയാളികളുടെ ഏറ്റവും സ്വന്തമായ ഒരു ആഘോഷമാണ് നമ്മുടെ ഓണം. അതൊരു വിളവെടുപ്പ് ഉത്സവം കൂടിയാണല്ലോ. അപ്പോൾ കേരളക്കരയാകെ ഒരേ മനസ്സുകൊണ്ട് ഒന്നുപോലെ ആഘോഷിക്കുന്ന ഈ ഒരു ആഘോഷവേളയിൽ നമുക്ക് നമ്മുടെ മനസ്സും നമ്മുടെ ചിന്തകളും എല്ലാം ഒരേപോലെ വരുന്ന ഒരു ദിവസമാണിത്. അതുകൊണ്ട് തന്നെ ഓരോ മലയാളിക്കും ഓണം എന്ന് പറഞ്ഞാൽ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മ കൂടിയാണ്. ഈ നല്ല നാളുകളിൽ മലയാളികൾ എവിടെയുണ്ടെങ്കിലും ഒരുമയോടെ ഒന്നിച്ച് ആഘോഷിക്കാനുള്ള അവരുടെ ആ മനസ്സാണ്, ആ ഒരുമയുടെ കൂട്ടായ്മയുടെ ഒരു ആഘോഷമാണ് ഓണം. അപ്പോൾ ഈ ഓണം വേളയിൽ, ഒരുമയുടെ ഈ വേളയിൽ നമ്മൾ ഈ ഗാർഡൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഗാർഡനേഴ്സിനൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചാനൽ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടികളുടെ വിശേഷങ്ങളും ഗാർഡനിങ് ഐഡിയാസും അല്ലെങ്കിൽ കുറച്ച് ഗാർഡൻ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഓണം നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഗാർഡൻ ടൂറും അതോടൊപ്പം തന്നെ ചെറിയ ഓണവിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ച് നമുക്ക് ഇന്നത്തെ ഓണം കളർഫുള്ളാക്കാം. എന്താ, നിങ്ങളും കൂടുകയല്ലേ? അപ്പോൾ ഈ വേളയിൽ എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങൾ എവിടെയായിരുന്നാലും, നിങ്ങൾ ഈ ലോകത്തിലെ ഏത് ഭാഗത്തായിരുന്നാലും, മലയാളികളാണെങ്കിൽ നമ്മൾ ആഘോഷിക്കുന്ന ഈ ഒരു ഓണം വേളയിൽ നിങ്ങൾക്കെല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു ഓണം ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തിരുവോണ സദ്യ എല്ലാം കഴിച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ട്രിപ്പ് ടു മൈ ഗാർഡൻ്റെ ഒരു ഗാർഡൻ ടൂർ വീഡിയോയും കൂടെ നിങ്ങളൊന്ന് കണ്ടിട്ട് നിങ്ങളുടെ ഓണം ഒന്നുകൂടി ആഘോഷിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ ഗാർഡൻ ടൂർ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഈ ഓണസമയത്ത് ഷെയർ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഓണസമയമാകുമ്പോൾ കൂടുതൽ പൂക്കളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പൂവിന് ചിലവുള്ള സമയവും ഓണം സീസണാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഗാർഡനിൽ വിരിയുന്ന പൂക്കളെല്ലാം തന്നെ ഓരോ ദിവസവും പറിച്ചെടുത്തിട്ട് അത്തം മുതൽ തിരുവോണം വരെ അത്തപ്പൂക്കളം ഇടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പൂക്കളെല്ലാം ഗാർഡനിൽ കുറഞ്ഞിരിക്കുകയാണ്. എല്ലാ പൂക്കളും നുള്ളിയെടുത്ത് ഇന്ന് 10ാം ദിവസമായപ്പോൾ എല്ലാ പൂക്കളും ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട്. എങ്കിലും കുറച്ച് പൂക്കളൊക്കെ ഉള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളും കൂടെ നിങ്ങളെ അറിയിക്കാം. പൂക്കളത്തിൻ്റെ വിശേഷങ്ങളും പൂക്കളം ഇട്ടതും പൂക്കളത്തിൻ്റെ ഒരു വീഡിയോയും ചെറിയൊരു ക്ലിപ്പും ഒക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഓണം എങ്ങനെയായിരുന്നു എന്ന് എൻ്റെ വ്യൂവേഴ്സിനും കൂടെ നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്നും കൂടെ കരുതിയിട്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ പ്ലാൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായവും ഒക്കെ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ഓണപ്പാട്ടും കൂടെ നമുക്ക് ഇതോടൊപ്പം കേൾക്കാം.
പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ കൂടെ വിട്ടുപോയി. അതായത് ഞാൻ ഇട്ട അത്തപ്പൂക്കളങ്ങളെല്ലാം അത്തം മുതൽ ഓരോ ദിവസവും 10 ദിവസം വരെ ഇട്ട അത്തപ്പൂക്കളങ്ങളെല്ലാം തന്നെ എൻ്റെ ഗാർഡനിലെ പൂക്കൾ പറിച്ച് ഇട്ട പൂക്കളങ്ങളായിരുന്നു. ആദ്യത്തെ ദിവസം ഒരു പൂവ്, രണ്ടാമത്തെ ദിവസം 2 പൂവ്, അങ്ങനെ കൂടി 10 ദിവസമായപ്പോൾ 10 കളർ പൂക്കൾ വെച്ചിട്ടുള്ള അത്തപ്പൂക്കളമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ പൂക്കൾ കൂടി വരുമ്പോൾ നമ്മളെ ഗാർഡനിലെ പൂക്കൾ കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഗാർഡൻ ടൂർ വീഡിയോയ്ക്ക് എടുത്ത സമയത്ത് പൂക്കൾ കുറവ് തന്നെയായിരുന്നു. എന്തായിരുന്നാലും എനിക്ക് ഒരു സന്തോഷമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗാർഡനിലെ പൂക്കൾ പറിച്ച് തന്നെ എനിക്ക് പൂക്കളങ്ങൾ ഒരുക്കാൻ സാധിച്ചു. അതാണ് ഏറ്റവും നല്ലൊരു സന്തോഷമുള്ള കാര്യം. മാത്രവുമല്ല, നമുക്കിപ്പോൾ പൂക്കൾ വാങ്ങിയിടുന്നത് കൊണ്ടും പ്രശ്നമൊന്നുമില്ല, സന്തോഷം തന്നെയാണ്. പക്ഷേ അവരവർ നട്ടു വളർത്തിയ ചെടികളിൽ നിന്നുള്ള പൂക്കളാകുമ്പോൾ ഒന്നുകൂടി സന്തോഷമാണല്ലോ ആ പൂക്കളങ്ങൾ തീർക്കുമ്പോൾ. ആ കാര്യം കൂടെ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വിവരം എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഓരോ അഭിപ്രായങ്ങൾക്കും ഞാൻ മറുപടി തരുന്നതായിരിക്കും. നിങ്ങൾ എന്തുണ്ടെങ്കിലും അറിയിക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം. ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ അങ്ങനെ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത ആഴ്ച ഇനിയും കാണാം. പുതിയ ചെടി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാ പേർക്കും ഹാപ്പി ഓണം.